എന്നാലും ഭഗവാൻ ഓർക്കല്ല കംസന്. ഇങ്ങനെ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചതായിരിക്കുന്ന ആ കംസന് മനസ്സിലായി, ഞാൻ വിചാരിച്ച ആള് എൻ്റെ അടുത്ത് ഇതാ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ കാരാഗൃഹത്തിന്റെ വാതില് തുറന്നു നോക്കിയ സമയത്ത് അവിടെ ഒരു ആൺകുട്ടീനെ അല്ല, ഒരു പെൺകുട്ടീനെയാ കണ്ടത് അത്ര. അപ്പൊ ചോദിച്ചു, ദൈവമപ്പി അനൃതം വെക്കുതി, ഈ ദേവന്മാരും കൂടി ഇങ്ങനെ കളവ് പറഞ്ഞു കഴിഞ്ഞാലോ ഒരാൺകുട്ടി ഉണ്ടാവും എന്നല്ലേ അശരീരി വാക്കുണ്ടായത്? അശരീരി വാക്ക, അശരീരി എന്ന് പറയാൻ എന്താ അർത്ഥം? ആകാശവാണിയാണ്. ആകാശവാണീന്റെ പ്രത്യേകത അങ്ങോട്ട് പറയണതൊക്കെ കേൾക്കാം, അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു നോക്കി, ആൺകുട്ടീനെ അല്ലേ ഉണ്ടാവുക, ആൺകുട്ടി ചോദിച്ചു നോക്കി, പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടീനെയല്ലേ കാണാനായിട്ട് സാധിച്ചത് പറഞ്ഞ് ഇപ്പൊ ആ പെൺകുട്ടിയുടെ 2 കാലും കൈകൊണ്ട് എടുത്ത് തൂക്കി അങ്ങോട്ട് പിടിച്ചു അത്രേ. പെൺകുട്ടി തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തി. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ, കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേഴ്സുമാർ വന്ന് അവരെന്താ ചെയ്യുക? 2 കാലും പിടിച്ച് തൂക്കി അങ്ങോട്ട് പിടിക്കും. കംസന്റെ ബാക്കി ആൾക്കാരാ, നന്നായിട്ട് നോക്കുക നല്ലത്. പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ വലിയൊരു കല്ലുണ്ടായിരുന്നു, കല്ലിന്റെ മുകളിൽ അടിച്ചു കൊല്ലാന്നാ വിചാരിച്ചത്. അപ്പോഴേക്കും ഈ പെൺകുട്ടി അതിമനോഹര സ്വരൂപത്തില് കംസന്റെ മുന്നിൽ അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് കംസനെ കാണാനായിട്ട് ഇതാ സാധിച്ചു. രത്നാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നന്ദൊരു പട്ടുസാരിയൊക്കെ അണിഞ്ഞിട്ട് അത്ര പീതവർണ്ണ അതിഗർവിത മഞ്ഞ പട്ടുസാരിയാ കൊടുത്തത്. ആ പട്ടുസാരിന്റെ ബോർഡറൊക്കെ ഹംസങ്ങളെ കൊണ്ടുള്ള ബോർഡറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പട്ടുസാരിയൊക്കെ അതാ കൊടുത്ത് പാദത്തില് സ്വർണത്തിന്റെ പാദസരമൊക്കെ അണിഞ്ഞ് 8 കൈകളുടെ 8 തരത്തിലുള്ള ആയുധങ്ങളൊക്കെ അതാ ധരിച്ച് ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര അതിമനോഹര സ്വരൂപത്തിൽ അങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവി കംസനോട് പറഞ്ഞു, എടാ കംസ, എനിക്ക് തന്നെ കൊല്ലാൻ സാധിക്കാനായിട്ടൊന്നുമല്ല. എൻ്റെ കാല് പിടിച്ച ആളെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കുക പതിവില്ല, മാത്രമല്ല അനുഗ്രഹിക്കുകയാണ് പതിവുള്ളത്. നിന്റെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. അതെവിടെയാ? ഞാൻ ഇന്നലെ കണ്ടതാ. അതെവിടെയാന്നുള്ളത് നീ ഒന്ന് തെരഞ്ഞു പിടിച്ചോ പറഞ്ഞു അത്രേ. വേണമെന്ന് വെച്ചാൽ ഞാനൊരു ക്ലൂ പറഞ്ഞുതരാ പറഞ്ഞു. എവിടെയുള്ളത് എന്നുള്ളത്? സർവത്ര തിരഞ്ഞു കൊള്ളുക. ഈ ഭഗവത് ഭക്തന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്നൊക്കെ പറയും. അവിടെ പോയി നോക്കിയാൽ ഭഗവാനെ കാണാം. ഇപ്പോ എവിടെയൊക്കെ സർവത്ര പറയുണ്ടോ അതൊക്കെ നിർത്താനുള്ള ഏർപ്പാട് കംസദ തീരുമാനിച്ചു അത്രേ. എവിടെയാ ഭഗവാനുള്ളത് എന്ന് അങ്ങനെ അന്വേഷിച്ച് കംസന്റെ ഓരോരോ ആൾക്കാർ ഓരോരോ രൂപം സ്വീകരിച്ച്, ചിലവര് പാമ്പിന്റെ രൂപം, വേറെ ചില ആൾക്കാർ കൊക്കിന്റെ രൂപം, വേറെ ചില ആൾക്കാർ എന്തൊക്കെ രൂപ കെട്ട മൂങ്ങേന്റെ രൂപമൊക്കെ കെട്ടി. അങ്ങനെ മൂങ്ങേന്റെ രൂപം കെട്ടി ഒരു സ്ത്രീ ഭഗവാന്റെ മുന്നിലേക്ക് ഇതാ പൂതന എന്നത്രേ പേര്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ പലരും പല രൂപത്തിൽ വരുന്ന സമയത്ത് രൂപമില്ലാതെ വേറെ ചില ആൾക്കാർ കൃഷ്ണനെ കാണാനായിട്ട് ഇതാ വരുന്നു. നന്ദഗോപരും യശോദാദേവിയും എൻ്റെ മുന്നിൽ അങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ നന്നായിട്ട് കണ്ടു. ആദ്യമായിട്ട് കാണുകയാണ് നന്ദഗോപര്. ഉണ്ണിയൊക്കെ ഉണ്ടായി. ആദ്യമായിട്ട് അച്ഛൻ തൻ്റെ ഉണ്ണിയെ കാണുന്ന സമയത്ത് അങ്ങനെ വെറുതെ പോയി കണ്ടാ പോരാ പറയും. എങ്ങനെ വേണം? നന്നായിട്ട് കുളിച്ച് ശരീരമൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് അങ്ങനെയാണ് ഉണ്ണിയെ കണ്ടത്. നന്ദഗോപര് ഇപ്പോൾ കാളിന്തി നദിയിൽ പോയി എടുത്ത് ചാടി കുളിച്ചു അത്രേ. അതിനാ ഈ ചാടി കുളിക്കണത് ഇയാൾക്ക് എത്രയാ വയസ്സായത് എന്ന് ലോകത്തൊരാൾക്കും അറിയില്ല. അത്ര വയസ്സായിട്ടുണ്ട് നന്ദഗോപർക്ക്. അയാൾ ഈ വെള്ളത്തിലേക്ക് ചാടി കുളിച്ച് കഴിഞ്ഞാലോ എന്താ ചാടി കുളിക്കണത് ചോദിച്ചാൽ, ഈ പിതൃക്കൾക്ക് എപ്പോഴാ സന്തോഷം ഉണ്ടാവുക? പിതൃകർമ്മം ചെയ്യാൻ ഒരാളുണ്ടായി എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം. അങ്ങനെ ആദ്യം അച്ഛനായതോട് കൂടിയിട്ട് അദ്ദേഹം വെള്ളത്തിൽ ചാടിക്കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് കഴുത്തിൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നന്ദഗോപര് യശോദാദേവി ഒക്കെ ഭഗവാനെ കാണാനായിട്ട് വരുന്നു. അതിമനോഹര സ്വരൂപത്തിൽ അങ്ങനെ കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ആ കൃഷ്ണനൊന്ന് നന്നായിട്ട് കണ്ടു അത്രേ. അത്യന്ത ബാലം അധസീ കുസുമപ്രകാശം ദിഗ്വാസസം കനകഭൂഷണഭൂഷിതാംഗം വിസ്രസ്തകേശമരുണാധരമായദാക്ഷം കൃഷ്ണം നമാമി പുരുഷം, കൃഷ്ണം നമാമി പുരുഷം, കൃഷ്ണം നമാമി പുരുഷം. എന്തൊരു സൗന്ദര്യ ഭഗവാനെ അങ്ങക്ക്, എന്തൊരു സൗന്ദര്യ ഭഗവാനെ. നന്ദഗോപർക്ക് തന്റെ ഉണ്ണിയകടെ കണ്ട് കണ്ണിന്ന് അങ്ങനെ കണ്ണുനീര് വരിക അത്രേ. ഇതുവരെ കുട്ടികളില്ലാതെ ലോകത്തുള്ള സകല ഡോക്ടർമാരുടെ അടുത്തും പോയി ചോദിച്ചു അത്രേ, ഉണ്ണി ഉണ്ടാവാൻ എന്താ വേണ്ടത്? എല്ലാ ഡോക്ടർമാരും എഴുതി കൊടുത്തു, ഉണ്ടാവില്ല സംശയമില്ല. അങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച്
ഇനിയിപ്പോ ജീവിതം അങ്ങനെ തന്നെ വേണ്ടിയിരുന്നു വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതിമാരാണ് യശോദാദേവിയും അതേപോലെ നന്ദഗോപരും. ഇപ്പോ തന്റെ മുന്നിൽ അങ്ങനെ ഭഗവാൻ തന്നെ പുത്രനായിട്ട് വന്നതോടുകൂടി എന്തെന്നില്ലാത്ത സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാൻ അതാ കണ്ടു. ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ കണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി എത്ര ആൾക്കാരാ വരുന്നത് അറിയില്ല. അനവധി ആളുകൾ ഭഗവാനെ കാണാൻ വരുന്നു. ബ്രാഹ്മണരൊക്കെ കയറി വന്നതോടുകൂടി അവിടെയുള്ള എന്തൊക്കെയാണോ കിട്ടിയത് അതൊക്കെ എടുത്ത് ദാനം ചെയ്യാത്രേ. എന്ത് കിട്ടിക്കഴിഞ്ഞാലും എടുത്ത് ദാനം ചെയ്യും. സന്തോഷം ഏറിക്കഴിഞ്ഞാൽ അങ്ങനെയാ. എന്തൊക്കെയാ ഉള്ളത് നോക്കി അത് മുഴുവനും എടുത്തിങ്ങനെ ദാനം ചെയ്ത് പശുക്കളെ, ജീവപശുക്കളെയൊക്കെ ദാനം കിട്ടിയ ചില ബ്രാഹ്മണര് മറ്റൊരു ബ്രാഹ്മണന്റെ അടുത്ത് പോയി ചോദിക്കേണ്ടത്, എൻ്റെ പശുവിന് നല്ല വില ഉണ്ടാവൂലേ, നല്ല പശുവാട്ടോ കിട്ടിയത് എന്നൊക്കെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇത്രേ. അപ്പോഴേക്കും ഗോപസ്ത്രീകളെ ഭഗവാനെ കാണാനായിട്ട് ഇതാ വരുന്നുണ്ട്. ബ്രാഹ്മണര് വിചാരിച്ചു ഈ ദാനം വാങ്ങി ഇങ്ങനെ വെറുതെ പോവാന്നല്ലാതെ എന്തെങ്കിലും ഒരു ജോലി എടുക്കാതെ ദാനം വാങ്ങി പോവാ, അത് ശരിയല്ല. എന്ത് വേണം, ഈ ഭഗവാന്റെ അടുത്ത് പോയിട്ടൊന്ന് നമുക്ക് കുറച്ച് വേദമന്ത്രങ്ങളൊക്കെ ജപിക്കാന്ന് പറഞ്ഞ സൗമംഗല്യഗിരോ വിപ്ര സൂതമാഗത വന്ദിര. ബ്രാഹ്മണര് വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് വേദമന്ത്രങ്ങളൊക്കെ ജപിച്ചു. ചില ബ്രാഹ്മണര് വന്ന് അവർക്ക് പിന്നെ എന്തേ അറിയുള്ളൂ ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അനുഗ്രഹിക്കും. ഇവർ ഈ ഭഗവാനെ കണ്ടതോടുകൂടി ദേവകി വസുദേവന്മാര് നന്ദഗോപരും ഒക്കെ ദാനമൊക്കെ കിട്ടിയപ്പോ ഭഗവാന്റെ അടുത്ത് പോയിട്ട് അവര് അനുഗ്രഹിച്ചു. എന്ത് പറഞ്ഞാ അനുഗ്രഹിക്കണത്? ചിരം പാഹീതി ബാലകേ, ഉണ്ണിക്ക് ധാരാളം ആയുസുണ്ടാവണേ. ബ്രാഹ്മണർക്കുണ്ടോ വിവരം? ആലോചിച്ചു. ലോകത്തുള്ള സകല ആളുകൾക്കും ആയുസിനെ പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് ഇവിടെ കിടക്കുന്നത് എന്ന് ഈ ബ്രാഹ്മണർക്ക് ഇതാ മനസ്സിലാവണില്ല. ഗോപപാലന്മാര്, ഗോപസ്ത്രീകള് അവരൊക്കെ ഭഗവാനെ കാണാനായിട്ട് ഇതാ വരുന്നു. ഒരു ഗോപസ്ത്രീ തലയിൽ നിറച്ച് വലിയ പാത്രത്തില് തൈരിന്റെ പാത്രമൊക്കെ ആയിട്ടാ അത്രേ വന്നത്. മറ്റൊരു ഗോപസ്ത്രീയോട് ചോദിച്ചു, അല്ല നീ കൃഷ്ണനെ കാണാൻ വരുന്ന സമയത്ത് കൊണ്ടുവന്ന സാധനമൊക്കെ എവിടെയാ? ഇവിടെയാണെന്ന് വെച്ചാൽ ഒന്നും വെക്കാൻ സ്ഥലവും കാണുന്നില്ലല്ലോ, എവിടെയാ അതൊക്കെ വെച്ചത് ചോദിച്ചു. അപ്പോ മറ്റേ ഗോപസ്ത്രീ പറഞ്ഞു, എനക്കറിയില്ല ഇതൊക്കെ എവിടെയാ വെച്ചത് എന്ന്. ഇല്ലാച്ചാ ഞാൻ കാണിച്ചു തരാ പറഞ്ഞ് തൈര് കൊണ്ടുവന്ന സ്ത്രീയുടെ തലയിൽ നിന്ന് തൈരിന്റെ പാത്രം എടുത്ത് ആരാണോ കൊണ്ടുവന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ തലയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു. അപ്പൊ വരുന്ന ആൾക്കാർക്കൊക്കെ തോന്നി ഭഗവാനെ കാണാൻ വരുമ്പോ ഇങ്ങനെയാവും വേണ്ടി വരും. ആർക്കും അറിയാം, ഓരോ അമ്പലത്തിൽ ഓരോ നിയമല്ലേ അല്ലേ? നമ്മൾ അങ്ങനെയാ. ഈ അറിയാത്ത അമ്പലത്തില് ആദ്യമായിട്ട് തൊഴാൻ പോണ അമ്പലത്തിലൊക്കെ അങ്ങനെ പെട്ടെന്ന് പോയി തൊഴില്ല. നേരെ മുന്നിലുള്ള ആൾക്കാർ എവിടെയൊക്കെയാ തൊഴുന്നത് എന്ന് ആദ്യം നോക്കും, എന്നിട്ട് അവിടെയൊക്കെയാ തൊഴുക. അതേപോലെ മുന്നിലുള്ള ആദ്യം വന്ന ആളെങ്ങനെ തൈരിന്റെ പാത്രം എടുത്ത് അടുത്ത ആളുടെ തലയൊക്കെ ആക്കിയാൽ പോവും. മറ്റുള്ള ആൾക്കാർക്ക് പിന്നെ സംശയം ഉണ്ടായില്ല. അവര് പാലിന്റെ പാത്രം കൊണ്ടുവന്ന ആൾക്കാർ പാലിന്റെ പാത്രം എടുത്ത് അടുത്ത ആൾക്കാരുടെ തലയൊക്കെ ആക്കി. കുട്ടികളാണ് വെച്ചാൽ പാത്രത്തിൽ വെള്ളമാക്കി അതിൽ നിറമൊക്കെ കലക്കി അടുത്തുള്ള ആൾക്കാരുടെ ശരീരത്തിലേക്ക് ഇതാക്കുന്നുണ്ട്. ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ചിക്ഷിപൂ. പലരും വന്ന് പറന്നിറക്കുന്നുണ്ട്. പല ആൾക്കാരും ഭഗവാന്റെ അവതാരത്തിനെ ഉത്സവാക്കാൻ വേണ്ടിയിട്ട് പലരും അവിടെ ഇരുന്ന് നൃത്തം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിനെ എല്ലാവരും ഉത്സവാക്കാൻ പുറപ്പെട്ടപ്പോ നന്ദഗോപർക്ക് തോന്നി, ഇതുവരെ ഞാൻ ഭൂമിന്റെ നികുതി ഒന്നും അടച്ചില്ല, എന്തിനാ ഇപ്പൊ ഈ നികുതി പറഞ്ഞ കുറച്ച് പൈസ കംസന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വകുപ്പൊക്കെ മാറ്റി ചിലപ്പോൾ അവൻ തന്നെ എടുക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എന്തിനാ ഈ പൈസ കൊടുക്കണത് വിചാരിച്ച് നികുതി ഒന്നും ഇതുവരെ അടച്ചിരുന്നില്ല. ഇനിയിപ്പോ ഉണ്ണിക്ക് പ്രയാസമൊന്നും ഉണ്ടാവരുത്, മാത്രമല്ല ഇപ്പൊ ഈ ഭൂമി എന്തോ ആക്കണ സമയാന്നൊക്കെ എന്തോ കേട്ടിട്ടുണ്ട്. ഈ സമയത്താ വേണ്ടത് എന്നൊക്കെ മനസ്സിലായപ്പോ വേഗം നന്ദഗോപരേത ഭഗവാന് പ്രയാസം ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കംസന്റെ അടുത്തേക്ക് എത്തിച്ചേരണം. കംസന്റെ അടുത്തുനിന്ന് നികുതിയൊക്കെ അടച്ച് തിരിച്ചു വരുന്ന സമയത്ത് വസുദേവരെ കണ്ടു. വസുദേവർ അവിടെ ഇരുന്ന് പറഞ്ഞു, സന്ധി ഉൽപാദാശ്ച ഗോകുലേ. അതേ ഗോകുലത്തില് അങ്ങയുടെ മുഖം കാണുന്ന സമയത്ത് എന്തൊക്കെയോ ദുർനിമിത്തങ്ങളെ കാണുന്നുണ്ട് തോന്നുന്നുണ്ടോ, അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോളൂ എന്ന് പറയലും നന്ദഗോപര് വരുന്നതിന്റെ മുന്നേ മൂങ്ങേന്റെ വേഷം കെട്ടി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. ആരാ? കംസന്റെ ഒരു മന്ത്രിയാ, പൂതന. പൂതനയ്ക്ക് താമസിക്കാൻ വേണ്ടി ഈ സ്ത്രീകൾക്കൊക്കെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു മന്ത്രിസഭയിൽ അംഗത്വം. നമ്മൾ വിചാരിച്ചത് ഇപ്പോഴാണ്, ആവില്ല, ഒക്കെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, അതിങ്ങനെ 2%, 10%, 20%, പിന്നെ ഇനിയിപ്പോ എപ്പോഴാ ലോകം മുഴുവനും സ്ത്രീകൾ ഭരിക്കണ സമയമാവുക എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. ഇപ്പൊ റേഷൻ കാർഡ് തന്നെ ഇപ്പൊ അവരെ പേരിലായി, എന്താ ചെയ്യാ? ഇങ്ങനെ പൂതന ഏത് രൂപത്തിൽ വേണം പോവുക എന്നുള്ളത് ആലോചിച്ചു.
ഒരു മൂങ്ങയുടെ വേഷം കിട്ടി ആദ്യം. എന്നിട്ട് മെല്ലെ മെല്ലെ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ പുറപ്പെട്ടു. അമ്പാടിയിലെ ഒരു മരത്തിന്റെ കൊമ്പിന്റെ മുകളിൽ പോയിരുന്നു. മൂങ്ങന്റെ വേഷത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അകത്ത് കടക്കാൻ പറ്റും തോന്നണില്ല. മൂങ്ങയ്ക്കൊക്കെ നല്ല വില ഉണ്ട് എന്നാ കേട്ടത്. വെള്ളിമൂങ്ങ അയച്ചാൽ കുറച്ചുകൂടി വില ഉണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ രൂപം വേണ്ട വിചാരിച്ച് നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയുടെ സ്വരൂപം സ്വീകരിച്ച് ഇപ്പോൾ പൂതന ഭഗവാന്റെ അടുത്തേക്ക് ഇതാ വരുന്നു. മാത്രമല്ല ഭഗവാനെ കണ്ടതോടുകൂടി വേഗം മടിയിലേക്ക് എടുത്തു വെച്ചു. കാളകൂട വിഷം തേച്ചതായിരിക്കുന്ന തൻ്റെ സ്തനം ഭഗവാന്റെ വായയിലേക്ക് വെച്ച് കൊടുത്തതോടുകൂടി ഭഗവാൻ ചോദിച്ചു, പുണ്യൊന്നും ഇല്ലേ പൂതനെ? ഒരു പുണ്യവും നീ ഇതാ ജീവിതത്തിൽ ചെയ്തല്ലേ? ഇല്ലാച്ചാൽ എൻ്റെ തന്നെ അംശം നിന്റെ ഉള്ളിലുണ്ടാവും എന്ന് പറഞ്ഞ് പ്രാണയ്യ സമം രോഷസമന്വിതോപിബൽ, പൂതനയുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ പ്രാണനെ ഭഗവാനങ്ങളെ വലിച്ചെടുത്തോടുകൂടി വേദനയായി പൂതനയ്ക്ക്. നിജരൂപമാസ്ഥിത, സ്വന്തം രൂപം പ്രകടിപ്പിച്ചു അത്രേ. ആ രാക്ഷസ രൂപം വലുതായി 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 അങ്ങനെ ഭഗവാൻ വിചാരിച്ചു, ഞാൻ അപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ, അതിൻ്റെ മുന്നേ ഇനി അച്ഛനെ വേറെ ഒരു കൊട്ടാരം ഉണ്ടാക്കേണ്ടി വന്ന പ്രയാസം പുറത്തുനിന്ന് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കാലുകൊണ്ട് മെല്ലെ മെല്ലെ തട്ടി പൂതനയെ പുറത്തേക്കാക്കി. പൂതനയുടെ ആ വലിയ ശരീരം ഒരു മരത്തിന്റെ മുളയ്ക്ക് വീണു. ആ മരം വേറെ ഒരു മരത്തിന്റെ മുളയ്ക്ക്, ആ മരം വേറെ ഒരു മരത്തിന്റെ മുളയ്ക്ക്. ഭഗവാൻ മെല്ലെ പൂതനേന്റെ ചെവിയിൽ പറഞ്ഞു, ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലമില്ലാതെ കാത്തിരിക്കുകയായിരുന്നു, എന്നെ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ എന്ന് ഭഗവാനും ഇതാ പൂതനയോട് ഇതാ പറയുന്നു. എവിടെയാ ഭഗവാൻ കിടക്കുന്നത് എന്ന് അന്വേഷിച്ച് പലരും യാത്രയായി. പൂതനയുടെ ശവശരീരത്തിന്റെ മുകളിൽ പോയി നോക്കി. എവിടെ പോയിട്ടും ഭഗവാനെ കാണുന്നില്ല അത്രേ. വലിയ ഗ്രൗണ്ട് പോലുള്ളതായിരിക്കുന്ന അവരുടെ മാർവിടത്തിലൂടെ ഒക്കെ ഓടിപ്പോയി നോക്കി. അവിടെ ഒന്നും കൃഷ്ണനെ കാണുന്നില്ല. വലിയ ചുണ്ടുകളൊക്കെ ഉണ്ട് അത്രേ. അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ നടന്നു നോക്കി, കൃഷ്ണൻ എവിടെ ഉണ്ടോ എന്ന്. മുല്ലപ്പെരിയാറിൻ്റെ ഒക്കെ ചുണ്ടില്ല, അത്ര വലിപ്പമുണ്ട് അത്രേ. അങ്ങനെ അവിടെയൊക്കെ പോയി നോക്കി, അവിടെയൊന്നും കൃഷ്ണനെ കാണുന്നില്ല. മൂക്കിന്റെ ദ്വാരത്തിന്റെ ഉള്ളിൽ കൂടെ പോയി നോക്കി, അവിടെയും ഭഗവാനെ കാണുന്നില്ല. താഴത്തുനിന്ന് ഗോപബാലന്മാര് ഗോപസ്ത്രീകളോട് പറയേണ്ടത്, നീ പൊട്ടക്കിണർ പോലെയുള്ള ആ കണ്ണിലൊന്നും വീണു പോവരുതേ എന്ന് ഇവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട് അത്രേ. അങ്ങനെ താഴത്തേക്ക് ഇതാ നോക്കിയ സമയത്താണ് നീലരത്നമായിരിക്കുന്ന ഭഗവാനെ കണ്ടത്. ഭഗവാനെ കയ്യിലേക്ക് ഇതാ എടുത്തു, യശോദാദേവിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. എന്തായിട്ടും ഭഗവാൻ പാല് കുടിക്കണില്ല. അങ്ങനെയുണ്ട്, അമ്മമാരെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ പാല് കുടിക്കണില്ല വെച്ചാൽ എന്തോ ഒരു കാരണം ഉണ്ട്. ഇത് എന്താ കാരണം മനസ്സിലായില്ല അത്രയും. അപ്പൊ വയസ്സായ കോപസ്ത്രീകൾ എല്ലാവരോടും എന്ന് പറഞ്ഞു, അതെന്താ വെച്ചാൽ പൂതനേന്റെ എന്തെങ്കിലും ബാധ്യറ്റം ചിലപ്പോ എന്നാ ശരി മന്ത്രവാദം ചെയ്യാന്ന് പറഞ്ഞ ഈ ഗോപസ്ത്രീകളുടെ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഒക്കെ പശുക്കളോട് ബന്ധപ്പെട്ടത് മന്ത്രവാദം. അവര് പശുവിൻ്റെ അടുത്ത് പോയിട്ട് ആ പശുവിനോട് പറഞ്ഞു, കൃഷ്ണന് കൊടുക്കാനാണ്, കുറച്ച് എന്തായാലും വേണമെന്ന് പറഞ്ഞു. 1/2 ബക്കറ്റ് ഗോമൂത്രം കൊടുത്തു. അങ്ങനെ ഗോമൂത്രം കൊണ്ടുവന്ന് ഭഗവാന്റെ തലയിൽ ഗോമൂത്രമാക്കി, നെറ്റിയിലേക്ക് ഗോമൂത്രമാക്കി, മൂക്കിലേക്ക് ഗോമൂത്രമാക്കണ്ടോ. വായയിലേക്ക് മൂത്രമായപ്പോൾ ഭഗവാൻ പറയേണ്ടത്, അറിയിട്ട് വയ്യേ ഭഗവാനെ, നിങ്ങളൊക്കെ ഈ മൂത്രം കൊണ്ടാ കുളിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു. അപ്പൊ വയസ്സായ വേറൊരു ഗോപശ്രീ വന്ന് പറഞ്ഞു, ഇതുകൊണ്ട് മാത്രം മാറും തോന്നണില്ല, ഒക്കെ കേമായിട്ടായിക്കോട്ടെ പറഞ്ഞു. വേറൊരു പാത്രം കൊണ്ടുപോയി പശുവിന്റെ പിന്നെ പോയിട്ട് പറഞ്ഞു, പശു നേരത്തെ തന്നത് മാത്രം പോരാ, രണ്ടാമത്തെ വേണമെന്ന്. ഇപ്പൊ തരാ പറഞ്ഞു. അങ്ങനെ 1/2 ബക്കറ്റ് ചാണകം, ആ ചാണകത്തിൽ കുറച്ചും കൂടി ഗോമൂത്രമാക്കി നന്നായിട്ട് ഇളക്കി പേസ്റ്റ് പോലെ ആക്കി. എന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഭഗവാൻ പറയേണ്ടത്, വേണ്ടാട്ടോ 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 പറയുന്നുണ്ട്. പക്ഷെ ഇവര് സമ്മതിക്കണ്ടേ. അവരാണെന്ന് വെച്ചാൽ പാത്രത്തിൽ നിന്ന് ചാണകം എടുത്ത് തലയൊക്കെ ആക്കണുണ്ട്, മൂക്കിലേക്ക് ആക്കണുണ്ട്, വായയിലേക്ക് ആക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞത്, ഇതിനെക്കാളും നന്നായിരുന്നത് മറ്റേതായിരുന്നു ഭഗവാൻ, അതിന് ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ചാണകത്തിൽ കുളിച്ചിരിക്കുക ശ്രീകൃഷ്ണ ഭഗവാൻ. വേറെ വയസ്സായ ഒരു ഗോപസ്ത്രീ വന്ന് പറഞ്ഞു, ഇതുകൊണ്ട് മാത്രം ബാധ പോകും തോന്നണില്ല കേട്ടോ പറഞ്ഞു അത്രേ. ഭഗവാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഒക്കെ കേമായി, വളരെ സന്തോഷമായി. ഈ ഭക്തന്മാര് എന്തൊക്കെയാ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് ഭഗവാൻ തന്നെ മനസ്സിലാവില്ല. അങ്ങനെ ഭഗവാനെ നന്നായിട്ട് വെള്ളം കൊണ്ടൊക്കെ അതാ കുളിപ്പിച്ച് ആ ബാലരക്ഷാ മന്ത്രമൊക്കെ അതാ ജപിച്ചു. പൂതനയുടെ ശവശരീരമൊക്കെ ചെറിയ ചെറിയ കഷ്ണാക്കി ഇത്ര. ഈ പണ്ടൊക്കെ ഈ മരമൊക്കെ ഈരിനൊരു സാധനമില്ല, അതൊക്കെ കൊണ്ടുവന്ന് ഇവളുടെ കാലിൻ്റെ ചെറിയ നഖങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിന്നിട്ടേ വിരലൊക്കെ ചെറിയ ചെറിയ കഷ്ണാക്കി വലിയ വലിയ വണ്ടിയിലേക്കാക്കി ദൂരെ ക്ഷിപ്വാവയവശോ ഞതഹൻ കാഷ്ഠധിഷ്ഠിതം. പിന്നെ വിറകിന് വേറെ എങ്ങോട്ടും പോണ്ടി വന്നില്ല. അത് വീണ സമയത്ത് തന്നെ കുറെ വിറകുണ്ടായിരുന്നു, അതൊക്കെ പാടെ ഒന്നിച്ചത് എടുത്തിട്ട് കത്തിച്ച് അതിൽ കൊണ്ടിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കുറേ ദൂരത്ത് കൊണ്ടുപോയത് നഷ്ടമായി. കാരണം അകില് ചന്ദനം തുടങ്ങിയതായിരിക്കുന്ന സുഗന്ധം അതാണ് ആ പൂതനയുടെ ശവശരീരത്തുനിന്ന് പോലും ഇതാ വരുന്നത്.
സരോജം അൽപീയസി കാമവരുഷം. അതാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം പറയും. ആലോചിച്ച് നോക്കൂ, ഈ പൂതനയ്ക്ക് എന്തെങ്കിലും ഒരു പുണ്യത്തിനെ നമുക്ക് കാണാനായിട്ട് ഇതാ സാധിച്ചിട്ടുണ്ടോ അല്ലേ? പൂതന എന്നങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും പൂതന എന്ന് പേരിട്ടു. തനിക്കൊരു കുട്ടി ഉണ്ടായിട്ട് ഇവിടെ ഇരിക്കണേ ആരും ഇട്ടു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വന്നേലും ആർക്കും പൂതന എന്ന് പേരില്ല, ഇല്ല, ഉണ്ടാവില്ല. പൂതന ലോകബാലകൃതി. ആ സ്ത്രീയുടെ ജോലി എന്താ ചോദിച്ചാൽ അടുത്ത വീട്ടിൽ പോയി ചെറിയ കുട്ടികളുണ്ട്, കുട്ടികളെ കൊന്ന് നടക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അവരോട് പറയും സപ്താഹിക്കായാലും അവിടെ പോയി ഇന്നാ മതി കേട്ടോ, ഇങ്ങോട്ട് വരണ്ട പിടിക്കും. ലോകബാലകൃതി രാക്ഷസീ രുധിരാശന. പൂതന എന്താ രാവിലെ കുടിക്കുക ചോദിച്ചാൽ ചെറിയ കുട്ടികളുള്ള വീട്ടിലേക്ക് കയറിപ്പോയി ആ കുട്ടികളെ ഇടത്തെ കൈ കൊണ്ട് അങ്ങോട്ട് പിടിക്കും, എന്നിട്ട് താഴത്തൊരു ക്ലാസ്സും പിടിക്കും, എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പിഴിയും. അത്ര ക്ലാസ്സിലേക്ക് ആക്കി ഇതാ രാവിലെ കുടിക്കുക. സ്ട്രോഡ് ഉണ്ടോ ഇല്ലയോ അറിയില്ല. ഇതാണ് ഈ സ്ത്രീ രാവിലെ കഴിക്കണത് അല്ലേ? ഇത്രയൊക്കെ ദോഷത്തോടു കൂടി തൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്ന ആ പൂതനയ്ക്കും ഭഗവാൻ എന്താ കൊടുത്തത്? അമ്മയ്ക്ക് കൊടുക്കുന്നതായിരിക്കുന്ന സ്ഥാനത്തിനെ ഭഗവാൻ എന്താ കൊടുത്തു? സരോജം അൽപീയസി 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 കാമവരുഷം. നമ്മൾ ഈ ഭഗവാനെ കാണാനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറുത് എന്നെങ്കിലും ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇതാ വെക്കുമ്പോൾ ചില ഭക്തന്മാരൊക്കെ ഭഗവാന്റെ മുന്നിൽ അങ്ങനെ വന്ന് പറയും, ഭഗവാനെ ഒന്നും കിട്ടിയില്ല കേട്ടോ, ഭഗവാനെ എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഭക്തന്മാര് ഭഗവാന്റെ പാദങ്ങളിലേക്ക് അങ്ങടെ വീട് നമസ്കരിച്ച് എഴുന്നേൽക്കുന്നതോടുകൂടി സുദാമാവ് ഭഗവാന്റെ അടുത്തേക്ക് വന്നു. സുദാമാവിന്റെ കയ്യിലുള്ള അവിൽക്കിഴി ഭഗവാന് നന്നായിട്ട് അറിയാം, അയാൾ കൊണ്ടുവന്നതല്ല, ഭാര്യ കൊടുത്തയച്ചതാ. അയാൾക്ക് ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, വരുന്ന സമയത്ത് കൊണ്ടുമില്ല, അങ്ങനത്തെ ഏർപ്പാടില്ല, ഭാര്യ കൊടുത്തയച്ചതാ. കൊടുക്കണേ. ഭാര്യയുടെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അതാണ് ഭഗവാൻ ആ അവിൽക്കിഴി സ്വീകരിക്കാനുള്ള കാരണം. എന്നാ സുദാമാവോ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. സുദാമാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ ഞങ്ങളുടെ ആരാണ്? നിരീഹം നിരാകാരമുങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം. അല്ലെ, നിരാകാരനാണ് ഭഗവാൻ, നിർഗുണനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുത്താൻ സുദാമാവിനെ സാധിച്ചു, ഭക്തന്മാർക്ക് സാധിച്ചു. സുദാമാവ് നേരെ തന്റെ കൊട്ടാരത്തിൽ എത്തി നോക്കിയ സമയത്ത് ആഗ്രഹിച്ചിട്ടാണോ? ആലോചിച്ചു നോക്കൂലേ, ആഗ്രഹിച്ചിട്ടല്ല. സരോജം അൽപീയസി. നമ്മൾ ഭഗവാന്റെ മുന്നിലങ്ങനെ വന്നിരുന്ന് ഭാഗവതം കേൾക്കുമ്പോ, കഥ കേൾക്കുമ്പോ, ഭഗവാനെ ഈ കണ്ണോണ്ടൊന്ന് കാണുന്ന സമയത്ത് ഭാഗവതം കേൾക്കുന്നതോട് കൂടിയിട്ട് എന്തൊക്കെ ഐശ്വര്യ ഭഗവാൻ നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ പോലും അറിയണില്ല. നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ ദുഃഖങ്ങള്, നാളെ ഉണ്ടാവാൻ പോകുന്ന വലിയ ദുഃഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ വിചാരിക്കും രാത്രി ആവണ സമയത്ത് ഇതൊന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇന്നൊരു കുഴപ്പമുണ്ടായി. എന്തുകൊണ്ട് കുഴപ്പമുണ്ടായില്ല? നമ്മുടെ ഈശ്വരോപാസനയാണ് എന്നുള്ളത് നമ്മൾ അറിയണില്ല. അതാണ് ആ ഭഗവാന്റെ കാരുണ്യം.